ഗായ്സ്, ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് വന്നിങ്ങനെ. എന്താന്ന് വെച്ചാലേ എനിക്ക് ആദ്യമായിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ കിട്ടി, അതും ഫ്രീ ആയിട്ട്. അത് എന്ത് ഗിഫ്റ്റ് ബോക്സ് ആണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗിഫ്റ്റ് ബോക്സ്, ഡാസ്ലറിന്റെ ആണ്. ഇതിന്റെ ഉള്ളിൽ വരുന്നത് 4 ലിപ്സ്റ്റിക് ഷെയ്ഡും പിന്നെ ഒരു ഐലൈനറും ആണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം എനിക്ക് ആരും ഇതേപോലെ തന്നിട്ടില്ല. ഇത് തുറന്നു നോക്കാം. പിന്നെ ഇത് സ്റ്റിക്കറാണ് കേട്ടാ, ഇതിന്റെ സ്റ്റിക്കേഴ്സ് ഒക്കെയാണ് സ്റ്റിക്കറാ. പിന്നെ ഒരു താങ്ക് യു കാർഡൊക്കെ ഉണ്ട്. പിന്നെ 4 ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഒരു ഷെയ്ഡ് വരുന്നത് DLC011 ആണ്. പിന്നെ ഒരു ഷെയ്ഡ് വരുന്നത് DLC002. പിന്നെ ഒരു ഷെയ്ഡ് DLC025. ഇതൊരു സമയത്ത് നമ്മുടെ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും വൈറലായ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. പിന്നെ DLC020. ഇതിൽ ഈ 3 ഷെയ്ഡും ഏകദേശം ഒരു റെഡിഷ് ആ ഒരു കളറിലുള്ളതാണ് ഞാൻ എടുത്തിക്കണേ. എന്താന്ന് വെച്ചാ എനിക്ക് ചുവന്ന ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടം. ഇതെങ്ങനെ കിട്ടിയത് ഞാൻ പറഞ്ഞുതരാം. ഇമെയിൽ അയച്ചിട്ടാണ് എനിക്കിത് കിട്ടിയത്. ഞാൻ അവർക്ക് ഇമെയിൽ അയച്ചു, എന്നിട്ടാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സാധനം എന്ന് അയച്ചതാന്ന് പറയാം. അവർക്ക് ജൂണിൽ അയച്ചിട്ട് എനിക്ക് ഇപ്പോഴാണ് കിട്ടണേ. അപ്പൊ നമുക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തവർക്കും ഇത് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബില്. പിന്നെ വേറൊരു കുട്ടിയുടെ ഷോർട്സും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കാണുന്നത് ഞാൻ ജൂൺ ആ ടൈമിലാണ് കേട്ടാ. എന്നിട്ട് അത് കണ്ടപ്പോ ആ ചേച്ചിക്ക് അന്ന് എനിക്ക് എത്ര 10 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നേ. 16 എത്ര അറിയില്ല, ജൂണില്. എന്നിട്ട് ഈ ചേച്ചിക്കാണെങ്കിൽ ഒരു 9K ആയിരുന്നു. അപ്പം ഈ ചേച്ചിയുടെ വീഡിയോസ് കണ്ടു. അപ്പൊ ആ ചേച്ചിനെ പറഞ്ഞു എല്ലാവർക്കും ഇത് കിട്ടും, അധികം ഫോളോവേഴ്സ് ഒന്നും വേണ്ട, അല്ലെങ്കിൽ അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും വേണ്ട, അല്ലാത്തവർക്കും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കൊരു ഈശോ നമുക്ക് കിട്ടുമോ. അങ്ങനെ ഞാൻ ഇവർക്ക് മെയിൽ ചെയ്തു, ഡാസ്ലറുകാർക്ക് ഞാൻ മെയിൽ ചെയ്തു. എന്താ അവർക്ക് ഇമെയിൽ ചെയ്തതെന്ന് വെച്ചാൽ, ഡാസ്ലർ, ഹായ് ഡാസ്ലർ, ഞാൻ ഡാസ്ലറിന്റെ വലിയൊരു ഫാനാണ്. ഞാൻ നിങ്ങളുടെ കുറെ പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്തായിരുന്നു, നിങ്ങളുടെ ഗിഫ്റ്റ് ഹാമ്പർ എനിക്ക് തരാണെങ്കിൽ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ അതിലൊരു വീഡിയോ ചെയ്യാം. അതില് പിന്നെന്താ, അപ്പൊ എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിനും കൂടി ഇതിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ. അങ്ങനെയൊക്കെ ഞാൻ അയച്ചു. അങ്ങനെ അയച്ചപ്പോ അപ്പല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവര് നമ്മുടെ അഡ്രസ്സും നമുക്ക് ഇൻസ്റ്റ ഐ ഡി ഉണ്ടോ, എത്ര ഫോളോവേഴ്സ് ഉണ്ട്, യൂട്യൂബ് ഉണ്ടോ, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഫോം തരും. അത് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു. അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് എനിക്കാണെങ്കിൽ ആക്രാന്തം ജൂൺ 16, 19, 18 ആണ്. ഈ 3 ഡേറ്റിലെ ഏതോ ഒരു ഡേറ്റ് ഞാൻ ഇതന്നെ വീണ്ടും എന്റെ ഈ ഫോം 2, 3 വട്ടം 5 വട്ടമൊക്കെ പൂരിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുക. എന്തിനാണ് അത് കിട്ടാനുള്ള ഇതില്. പിന്നെ നമുക്ക് ഇതുവരെയായിട്ട് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. പിന്നെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് ഇഷ്ടപ്പെടുന്നവർക്ക് ലിപ്സ്റ്റിക് ഫ്രീ ആയി കിട്ടാന്ന് പറയുമ്പോ ഭയങ്കര താല്പര്യം തന്നെയാവും. പിന്നെ പറയുമ്പോ ആ സമയത്താണെങ്കിൽ DLC025 ഈ ഷെയ്ഡ് ഭയങ്കര ട്രെൻഡായിരുന്നു. അപ്പൊ എനിക്ക് അത് പെട്ടെന്ന് കിട്ടാണെങ്കിൽ എനിക്കൊരു വീഡിയോ ചെയ്തിടായിരുന്നു. അങ്ങനത്തെ ഒരു ഇത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇമെയിൽ എടുത്ത് നോക്കും, എന്തേലും വന്നിട്ടുണ്ടോ. അവസാനം വരണില്ല. അങ്ങനെ ഞാൻ ആ ഒരു പ്രതീക്ഷ വിട്ടു. അങ്ങനെ ജൂലൈയിൽ എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് എന്തോ രമ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഏതൊരു ചേച്ചി, അങ്ങനെ ഏതൊരു ഐഡിയന്ന് എനിക്ക് ഇങ്ങോട്ട് വന്നു. ഏതൊക്കെ ഷെയ്ഡ് വേണ്ട എന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് അയച്ചു കൊടുക്കുക, അങ്ങനത്തെ ഇതൊക്കെ. അതിനും ഒരു ഫോം വന്നു. അപ്പൊ എനിക്ക് ഏതൊക്കെ ഷെയ്ഡാ വേണ്ടെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ട് എനിക്ക് ഇങ്ങോട്ട് പിന്നെ റിപ്ലൈ ഇല്ല. ഞാന് ഈശോ വീണ്ടും വിട്ടു. നമുക്കിത് കിട്ടാനൊന്നും പോണില്ലാന്നായി. ഞാനാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും കൊളാബ് വന്നാൽ ഞാൻ എന്റെ മേമയുടെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു നടക്കുക, മേമേ എനിക്ക് ലിപ്സ്റ്റിക് കിട്ടും, അമ്മേ എനിക്ക് അത് കിട്ടും എന്ന് പറഞ്ഞ് നടക്കും. അതാണ് എന്റെ ഒരു പ്രശ്നം. ഞാൻ ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞു, പക്ഷെ കിട്ടിയില്ല. അപ്പോഴും എനിക്ക് പിന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് വരുന്നില്ല. കാരണം ഇവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഡാസ്ലറിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോ സ്റ്റോറിയിലൊക്കെ കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മാത്രം കിട്ടണില്ല. അവർക്ക് തന്നെ ഇതുണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ, അങ്ങനത്തെ ഒക്കെ മൈൻഡ് ആയി. പിന്നെ
എന്നിട്ട് ഇത് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റ് ആകണം, ഇത് കറക്റ്റ് ആണോ നോക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അയച്ചു തരും. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുത്തു. അപ്പോഴും നമുക്ക് റിപ്ലൈ ഇല്ല. വീണ്ടും ഞാൻ അയച്ചു എവറിത്തിങ് ഈസ് കറക്റ്റ്, അപ്പോഴും റിപ്ലൈ ഇല്ല. അങ്ങനെ ആ മാസവും കഴിഞ്ഞു. പിന്നെ ആഗസ്റ്റൊക്കെ അപ്പൊ ഞാൻ കിട്ടും വരും എന്ന് വെച്ചിട്ട് ഒരു 5-6 ദിവസം ഉറക്കില്ലാണ്ടിരുന്നു. ഇതൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അവര് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എനിക്കിനി ഇത് അയച്ചുതരല്ലേ വേണ്ടോ, അഡ്രസ്സൊക്കെ കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും ഒരു 5 ദിവസത്തിനുള്ളൊക്കെ കിട്ടും, അല്ലെങ്കിൽ കൊറിയർ സെന്ററിൽ നിന്ന് കോള് വരും എന്നൊക്കെ വിചാരിച്ച് ഞാൻ 5 ദിവസം എപ്പോഴും കാലത്ത് എനിക്കുമ്പോ ഇന്ന് വിളിക്കായിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുക. കാരണം എനിക്ക് ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ലിപ്സ്റ്റിക് കഴിഞ്ഞാറായി അടിമുട്ടിയിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞാൽ കുറെ ലിപ്സ്റ്റിക് മേടിച്ച് വെക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. യൂസ് ചെയ്യേണ്ട ഏതാണോ അത് എപ്പോഴും യൂസ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഒരു ഇതാ. എന്തിനാ വെറുതെ വേസ്റ്റ് ആക്കണേ. ആ ഒരു ഇത് ആഗസ്റ്റും കഴിഞ്ഞു കിട്ടണില്ല. അപ്പൊക്ക് ഉറപ്പായി ഇത് കിട്ടാനൊന്നും പോണില്ല, കിട്ടണ റോളൊന്നും അല്ലാന്ന്. അങ്ങനെ ഞാൻ അങ്ങനെ നിൽക്കുമ്പോ കഴിഞ്ഞ എനിക്കൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ്, നിങ്ങളുടെ എന്തോ ഓർഡർ കൺഫേംഡ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്നിട്ട് ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ സൈറ്റൊക്കെ എടുത്ത് നോക്കിയപ്പം എനിക്ക് തോന്നിയത് അതങ്ങാ മനസ്സിലൊരു 5 ദിവസം കഴിഞ്ഞ് എന്റെ കയ്യിൽ കിട്ടും, 5 ദിവസം കഴിഞ്ഞ് എന്റെ കയ്യിൽ കിട്ടും, അങ്ങനത്തെ ഒരു ഇതാ. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് വെളിയില്ല, കിട്ടണില്ല. എനിക്ക് 10 ദിവസം മുന്നെയാണ് കൺഫേം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നേ. അത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ അഡ്രസ്സിലേക്ക് അവർ അയച്ചേ. അങ്ങനെ അഡ്രസ്സിലേക്ക് അയച്ചിട്ട് എനിക്ക് 4 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. കുറെ ഇങ്ങനെ വിചാരിച്ച് കിട്ടിയൊരു സാധനമാണിത്. എനിക്ക് വേറെ ഇങ്ങനെ അതായത് വേറെ പ്രോഡക്റ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇഷ്ട ലിപ്സ്റ്റിക് ആണല്ലോ. അപ്പൊ അത് കിട്ടുമ്പോ ഒരു സന്തോഷല്ലേ. ആ ഒരു സാധനം ഇതാണ് എനിക്ക് കിട്ടിയ കഥ. അപ്പൊ നിങ്ങൾക്കും കിട്ടും. നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് മെയിൽ അയക്കുക. നിങ്ങള് ഇപ്പൊ ഞാൻ ചെയ്ത പോലൊക്കെ തന്നെ ഒന്ന് ചെയ്ത് നോക്കും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കില്ല. ഈ ലിപ്സ്റ്റികളൊക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. കറക്റ്റ് ചെയ്ത് ഷെയ്ഡാണ് എന്റെ ലിപ്പിലേക്ക് വരണേ. അതിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തായിട്ട് ഇടാം. അപ്പൊ ഇത്രയുള്ള വീഡിയോ. ബൈ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചോളാം, ഞാൻ പറഞ്ഞുതരാം. ഇത്രയുള്ള വീഡിയോ. ബൈ.